5 രാത്രികളെ സംബന്ധിച്ച് എന്തു ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്ന രാത്രികളെന്ന് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പഠിപ്പിച്ച എന്ന അത്ഭുത രാത്രിയിലാണ് നമ്മളുള്ളത്. അള്ളാഹു ഈ രാത്രിയുടെ മുഴുവൻ പോരിശകളും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതലായി നീട്ടിവലിച്ചൊന്നും പറയുന്നില്ല. ഇന്നത്തെ രാത്രി നമുക്കൊരുപാട് നന്മകൾ നേടിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ദിക്റുകൾ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നാളെ പകൽ ഒറ്റ ദിവസം കൊണ്ട് 4 നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കാൻ, അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 4 ദിവസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ കൂലി ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് നിയ്യത്താണ് വെക്കേണ്ടത് എന്നും ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. ഇന്നത്തെ രാത്രി പ്രത്യേകമായി ചൊല്ലേണ്ട ഒരു ദുആ, മഹത്തായ ദുആവും ഈ വീഡിയോയുടെ അവസാനം നമുക്കൊന്ന് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. പരിശുദ്ധമായ റജബ് മാസം പിറന്നു. റജബുൻ ഷഹ്റുള്ള, അള്ളാഹുവിൻ്റെ മാസം എന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ മഹത്തായ മാസം. ഈ ഒരു മാസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. മുത്തുനബി തങ്ങൾ റബ്ബിനെ കണ്ട മാസമാണ്. പരിശുദ്ധമായ മിഅ്റാജ് ഉൾക്കൊള്ളുന്ന മാസമാണ്. അതുപോലെ തന്നെ ഇമാമുന ഷാഫിഈ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, 5 രാത്രികൾ ദുആക്ക് ഇജാബത്തുള്ള രാത്രികളാണ് കേട്ടോ. 5 രാത്രികൾ ദുആഇന് ഇജാബത്ത് ലഭിക്കും. അന്ന് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുമെന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇമാമുന ഷാഫിഈ തങ്ങൾ പറയാം. അതിലൊന്ന് പെരുന്നാളിൻ്റെ, ബലിപെരുന്നാളിൻ്റെ രാത്രി, രണ്ടാമത്തെ ചെറിയ പെരുന്നാളിൻ്റെ രാത്രി, അതുപോലെ വെള്ളിയാഴ്ച രാവ്, അതുപോലെ ശഅബാൻ 15 നമ്മുടെ ബറാഅത്ത് രാവ്, അതുപോലെ തന്നെ പ്രത്യേകതയുള്ള രാത്രിയാണ് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രി. പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾ ചെയ്യാനും ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ രാത്രി ആരെങ്കിലും പരിഗണിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഈ രാത്രി ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ആ വ്യക്തി, ഈ രാത്രി ഹയാത്താക്കുന്ന വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ എഴുതപ്പെടും. അതായത് ആ വ്യക്തിയുടെ ശരീരം നരകത്തെ തൊടൂല എന്ന, ആ വ്യക്തിയുടെ ശരീരത്തിൽ നരകം സ്പർശിക്കുക പോലുമില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ രാത്രി ആർക്കാ ഇനി ഹയാത്താക്കാൻ പറ്റുക? ഈ രാത്രി ആർക്കാ പരിഗണിക്കാൻ പറ്റുക? അതും ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും റബ്ബിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ട രാത്രി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു അവർക്ക് അവസരം കൊടുക്കും. ആരെങ്കിലും അള്ളാഹു വെറുത്തിട്ടുണ്ട് എങ്കിൽ, ആരെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ, സമയങ്ങളിൽ മോശത്തരങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ വെറുതെ സമയം പാഴാക്കാൻ അവർക്ക് അവസരം കിട്ടും. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ പടിവാതിൽ പോലും കാണിക്കുകയില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കണേ. അള്ളാഹ് ഇന്നത്തെ ദിവസം നമുക്ക് പരിഗണിക്കാൻ കഴിയണം. ഇന്നത്തെ ദിവസം ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയണം കേട്ടോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ഞാൻ ചൊല്ലിത്തരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടെ ചൊല്ലാം കുറഞ്ഞ സമയം കൊണ്ട്. അതുപോലെ തന്നെ നാളെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. പരിശുദ്ധമായ റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട് എന്ന് തുഹ്ഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. എല്ലാ ദിവസവും 30 ദിവസവും നോമ്പനുഷ്ഠിക്കുന്ന എത്രയോ ആളുകളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ആദ്യത്തെ 3 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. ആദ്യത്തെ 3 ദിവസങ്ങളിൽ. ഇനി നാളെ നമുക്കൊന്നറിയാം റജബിൻ്റെ 1ാമത്തെ ദിവസമല്ലേ. അപ്പം നാളത്തെ ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 4 നോമ്പിൻ്റെ കൂലി ലഭിക്കും. 4 നോമ്പനുഷ്ഠിച്ച കൂലി. അതെങ്ങനെ? ഒറ്റ ദിവസം കൊണ്ട് 4 നോമ്പിൻ്റെ കൂലി ലഭിക്കുക. 4 നീയത്ത് നമുക്ക് വെക്കാം. നാളത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് 4 നീയത്തുകൾ വെക്കാം. അതിൽ 1ാമത്തെ നീയത്ത് തിങ്കളാഴ്ച ദിവസമാണ് നാളെ. അപ്പോൾ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പിൻ്റെ നീയത്ത് വെക്കാം. തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ്. രണ്ടാമത്തത്, നാളത്തെ ദിവസം നമുക്കെന്തെങ്കിലും ഖലാ ആയ നോമ്പുകളുണ്ടെങ്കിൽ, നമ്മുടെ മുമ്പ് എപ്പോഴെങ്കിലും റമളാനിൽ ഖലാ ആയ നോമ്പുണ്ടെങ്കിൽ ആ നോമ്പ് ഖലാ വീട്ടുന്നു എന്നുകൂടെ അതിൻ്റെ കൂടെ കരുതാം. ഇപ്പോൾ 2ആയില്ലേ. ഇനി 3ാമത്തത്, റജബിലെ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. റജബ് മാസത്തിനൊരു സുന്നത്തായ നോമ്പില്ല, റജബ് മാസം മുഴുവൻ നോമ്പനുഷ്ഠിക്കും. ആ സുന്നത്തിനെ കരുതാം. 4ാമത്തത് റജബിൻ്റെ ആദ്യത്തെ ദിവസത്തെ സുന്നത്ത് നോമ്പിനെ കരുതാം. അപ്പോൾ 4 സുന്നത്തായ 4 നോമ്പിൻ്റെ നിയ്യത്തുകൾ. 1 തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നിയ്യത്ത്, 2 ഖലാ ആയ നോമ്പിൻ്റെ നിയ്യത്ത്, 3 റജബ് മുഴുവനായി എല്ലാ ദിവസത്തെയും ഉള്ള പ്രത്യേകതയുള്ള നോമ്പിൻ്റെ സുന്നത്തായ നോമ്പിൻ്റെ നിയ്യത്ത്, 4ാമത്തത് ആദ്യത്തെ ദിവസത്തിൻ്റെ നിയ്യത്ത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക? 4 നിയ്യത്തുകൾ കരുതി ഒരാൾ നാളെ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 4 നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ കുറച്ച് ദിക്റുകൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. നമുക്ക് എല്ലാ ദിവസവും ഓതാൻ പറ്റിയ, അതുപോലെ തന്നെ ഈ പ്രത്യേകമായ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ, അതുപോലെ അല്ലെങ്കിൽ 27 ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ചൊല്ലാൻ പറ്റിയ പ്രത്യേക ദിക്റുകളൊക്കെ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ പതിവാക്കിയിരുന്ന ദിക്റുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്നത് പോലെ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ഇസ്തിഗ്ഫാറുകൾ ഒരുപാട് നമ്മൾ അധികരിപ്പിക്കണം. ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലണം.
ഇസ്തിഗ്ഫാറുകൾ ഇഷ്ടം പോലെ എത്രയാണോ ചൊല്ലാൻ പറ്റും. കാരണം നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് എല്ലാ കറകളും മായ്ച്ചിട്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് റമളാനെ വരവേൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹു റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചേരണേ അല്ലാഹ്. ഈ റജബിലും ശഅബാനിലും ഒക്കെ ഒരുപാട് ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്ത് തരണേ അല്ലാഹ്. നമ്മൾ ഇന്നോട്ട് ആ ദുആ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അത് പതിവാക്കണം. റജബിൽ നമ്മൾ ഈ പറയുന്ന നിങ്ങൾ കാണുന്ന ഈ ഇസ്തിഗ്ഫാർ ആരെങ്കിലും 7 തവണ പറയുകയാണെങ്കിൽ ആ 7 പ്രാവശ്യം അയാൾ ആ ഇസ്തിഗ്ഫാർ പറഞ്ഞത് കാരണത്താൽ അയാളുടെ ഏടുകളിൽ നിന്നും തിന്മകൾ മുഴുവൻ മായ്ച്ചു കളയുന്നതാണ്. തിന്മകൾ മുഴുവൻ കരിഞ്ഞു പോകുന്നതാണ്. ആ തിന്മകളുടെ ഏടുകൾ മുഴുവൻ കരിഞ്ഞു പോകും, നന്മകൾ മാത്രമേ ശേഷിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലാം. എല്ലാവരും കൂടെ ചൊല്ലും ഇൻഷാ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഒന്നുകൂടെ. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا. അള്ളാഹ് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അള്ളാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവായി എല്ലാ ദിവസവും ചൊല്ലുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ 50 തവണ പ്രത്യേകമായി ഓതൽ മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി എല്ലാ സുബഹയുടെ ശേഷവും അതുപോലെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും 70 തവണ നിങ്ങൾ ഈ താഴെ കാണുന്ന അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹം വത്തുബ അലയ്യ. ഈ ഒരു ഇസ്തിഗ്ഫാർ ഇതൊരു ഇസ്തിഗ്ഫാറാണ്. റബ്ബിനോട് പൊറുക്കൽ തേടുകയാണ്. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കണ്ടേ. അത് ഒരു 70 തവണ എല്ലാ ദിവസവും ഇനി റജബിൻ്റെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യുക, അത് പതിവായി ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് റജബിൻ്റെ ആദ്യത്തെ രാത്രിയിൽ ആദ്യത്തെ രാവ് ചൊല്ലാൻ മഹാന്മാർ പഠിപ്പിച്ച അന്നൊരു മഹത്തായ ദുആയാണ്. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കൊള്ളു. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ്. إلهي تعرض لك في هذه الليلة المتعرضون وقصدك القاصدون وأمل فضلك ومعروفك الطالبون ولك في هذه الليلة نفحات وجوائز وعطايا ومواهب تمن بها على من تشاء من عبادك وتمنعها ممن لم تسبق له العناية منك وها أنا ذا عبدك الفقير إليك المؤمل فضلك ومعروفك فإن كنت يا مولاي تفضلت في هذه الليلة على أحد من خلقك وجدت عليه بعائدة من عطفك فصل على سيدنا محمد وآله وصحبه وجد علي بطولك ومعروفك يا رب العالمين.
അള്ളാഹ് നീ സ്വീകരിക്കണേ അള്ളാഹ്, നീ കബൂലാക്കണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് ഇത് കുറച്ച് അധികമായി ചൊല്ലിയിട്ട് ഇൻഷാ അള്ളാഹ് 2-3 തവണയൊക്കെ ഇത് ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയാം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഈ രാത്രി നമുക്ക് പൊരുത്തപ്പെട്ട് തരുമാറാകട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു അവൻ്റെ പൊരുത്തത്തോടു കൂടി ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഒരുപാട് അമലിൻ്റെ കൂലി നമുക്ക് ലഭിക്കും ഇൻഷാ അള്ളാഹ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.